സൈബർ തട്ടിപ്പിലൂടെ കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ 22,842 കോടിയുടെ നഷ്ടമുണ്ടായതായി കണക്കുകൾ. 2025 അത് 1 ലക്ഷം കോടി രൂപ കടന്നേക്കുമെന്നും പ്രവചനം. കോവിഡ് കാലത്ത് ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചത് സൈബർ തട്ടിപ്പിൽ ഗണ്യമായ വർധനവുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെക് കമ്പനി ഡാറ്റ ലീഡ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് സൈബർ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളുള്ളത്. 2019 ശേഷം ഡിജിറ്റൽ പേയ്മെന്റുകളെ മിക്കവരും ആശ്രയിക്കാൻ തുടങ്ങിയതോടെ സൈബർ തട്ടിപ്പുകളും പരാതികളും വർദ്ധിച്ചെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. കോവിഡ് വ്യാപനത്തിന് ശേഷം സാമൂഹിക അകലം പാലിക്കുന്നതിന്റെ ഭാഗമായി മിക്കവരും കറൻസി ഒഴിവാക്കി ഡിജിറ്റൽ ഇടപാടുകളെ ആശ്രയിക്കാൻ തുടങ്ങി. UPI ഇടപാടുകളെ ദുരുപയോഗം ചെയ്താണ് ഭൂരിഭാഗം തട്ടിപ്പും നടന്നിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ് ഫേക്ക് വീഡിയോ തുടങ്ങി നൂതനമായ രീതികളും ഇതിനായി ഉപയോഗിക്കുന്നു. 2022 മാത്രം ഡിജിറ്റൽ തട്ടിപ്പിലൂടെ 2,306 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. 2023 നഷ്ടം 10 ഇരട്ടിയായി 7,465 കോടിയിലെത്തി. 2024 22,842 കോടി. ഈ വർഷം 1 ലക്ഷം കോടി കടന്നേക്കുമെന്നാണ് പ്രവചനം. തട്ടിപ്പുകൾ കൂടിയതോടെ പരാതികളും വർദ്ധിച്ചു. 2023 15 ലക്ഷം പരാതികളും 2024 20 ലക്ഷം പരാതികളും ലഭിച്ചു. രാജ്യത്ത് സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗത്തിലുണ്ടായ ഗണ്യമായ വർധനയും ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിക്കാനിടയായി. 2019 മാത്രം 44 കോടിയിലധികം ആളുകളാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിരുന്നത്. 2013 162 കോടിയുടെ ഡിജിറ്റൽ ഇടപാടാണ് രാജ്യത്ത് നടന്നിരുന്നതെങ്കിൽ 2025 ആയപ്പോഴേക്കും അത് 18,120 കോടി രൂപയായി വർദ്ധിച്ചു. 2025 ഇതുവരെ മാത്രം 190 ലക്ഷം UPI ഇടപാടുകളാണ് രാജ്യത്ത് നടന്നത്. അതായത് ലോകത്തെ ഡിജിറ്റൽ പേയ്മെന്റുകളുടെ പകുതിയോളം ഇന്ത്യയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, ആരോഗ്യ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലായും തട്ടിപ്പ്. ഓരോ സാമ്പത്തിക വർഷവും ബാങ്കിംഗ് മേഖലയെ കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സൈബർ തട്ടിപ്പുകൾ കൂടുകയാണെന്ന് RBI പറയുന്നു. ബാങ്കുകളുടെ ലോഗോയും വിശദാംശങ്ങളും ഉപയോഗിച്ചാണ് പല തട്ടിപ്പും. ചെറിയ നിക്ഷേപത്തിലൂടെ കൂടുതൽ ലാഭമുണ്ടാക്കാം എന്ന കെണിയിൽ വിദ്യാസമ്പന്നരുൾപ്പെടെ പെട്ടുപോകുന്നു. ആകർഷകമായ സമ്മാനങ്ങൾക്കായുള്ള ലിങ്കിലും തട്ടിപ്പൊളിഞ്ഞിരിക്കുന്നുണ്ട്. വെരിഫിക്കേഷൻ പ്രക്രിയയിലൂടെ ആളുകളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തിയുള്ള തട്ടിപ്പും സജീവമാണ്. നൂതന സാങ്കേതിക വിദ്യയിലൂടെ തട്ടിപ്പ് നടത്തുന്നവരിൽ ഭൂരിഭാഗവും വിദ്യാസമ്പന്നരും യുവാക്കളുമാണെന്നുള്ള വിവരവും ആശങ്കയുണ്ടാക്കുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.